ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. സ്നേഹമുള്ളവരെ, ഈ പ്രോഗ്രാമിലേക്ക് യേശുനാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനമാണ് നമ്മളിന്ന് ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് എടുക്കുന്നത്. ആ വചനം ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈ വചനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 4 പോയിന്റുകളുണ്ട്. 1, കർത്താവിൻ്റെ കരത്തിന് ശക്തിയുണ്ട്. 2, കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കണം. 3, തക്ക സമയത്ത് ദൈവം അങ്ങനെയുള്ളവരെ ഉയർത്തും. 4, കർത്താവ് നമ്മളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈ ഓരോന്നിനെ പറ്റിയും നമുക്ക് അല്പം കൂടി വിശദമായി ചിന്തിക്കാം. 1, കരത്തിൻ്റെ ശക്തി. കരത്തിൻ്റെ ശക്തി എന്ന് വെച്ചാൽ അർത്ഥമെന്താണ്? കരത്തിൻ്റെ ശക്തി എന്ന് വെച്ചാൽ കരത്തിൻ്റെ ഉടമയുടെ ശക്തി എന്നാണ് അർത്ഥം. എൻ്റെ കരത്തിന് ശക്തി കുറഞ്ഞു എന്നൊരാൾ പറഞ്ഞാൽ ആ ആളുടെ ശക്തി കുറഞ്ഞു എന്നാണ് അർത്ഥം. എൻ്റെ കരത്തിൻ്റെ ശക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരാൾ പറഞ്ഞാൽ ആ വ്യക്തി ഇപ്പോഴും ശക്തനാണ് എന്നാണ് അർത്ഥം. ഇപ്പം കരത്തിൻ്റെ ശക്തി എന്ന് വെച്ചാൽ കരത്തിൻ്റെ ഉടമയുടെ ശക്തി എന്നാണ് അർത്ഥം. അപ്പം ഇവിടെ പറയുന്നു കർത്താവിൻ്റെ കരം. കർത്താവിൻ്റെ കരത്തിൻ്റെ ഉടമയാരാ? കർത്താവായ ദൈവം തന്നെയാണ്. ഇപ്പം കർത്താവിൻ്റെ കരത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ തന്നെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തി എത്രയാണ്? അത് അളക്കാൻ പറ്റാത്ത ശക്തിയാണ്. കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ സർവശക്തനാണ്, എനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ലല്ലോ എന്ന് ഗബ്രിയേൽ ദൂതൻ വഴി മറിയത്തോട് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ അപാരമായ ശക്തിയെയാണ് ദൈവത്തിൻ്റെ കരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ നമ്മൾ ചൊല്ലാറുണ്ട്, സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് സർവത്തെയും സൃഷ്ടിക്കാനും പരിപാലിക്കാനും കഴിയുന്ന ശക്തനാണ് ദൈവം. അപ്പോൾ ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശക്തി എന്ന് വെച്ചാൽ ആ ദൈവത്തിൻ്റെ ശക്തി എന്നാണ്. രണ്ടാമത്തെ കാര്യം, ആ കരത്തിൻ്റെ കീഴിൽ നമ്മൾ എളിമയോടുകൂടി അഥവാ താഴ്മയോടുകൂടി നിൽക്കണം. ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ എളിമയോടുകൂടി നിൽക്കാൻ സാധിക്കണമെങ്കിൽ 4 കാര്യങ്ങൾ നമ്മൾ ഓർക്കണം, അഥവാ നമുക്ക് ബോധ്യപ്പെടണം. 1, ദൈവത്തിന് അപാരമായ ശക്തിയുണ്ടെന്ന് ബോധ്യം വേണം. 2, നമ്മുടെ ബലഹീനതകളും നിസ്സഹായതകളും നമ്മൾ തിരിച്ചറിയണം. 3, നമ്മളെ സഹായിക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ടെന്ന് നമുക്ക് ബോധ്യം വേണം. 4, ദൈവത്തെ ആശ്രയിച്ചാൽ അതിൻ്റെ നന്മ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് ബോധ്യം വേണം. ഈ 4 ബോധ്യങ്ങൾ ഉള്ളവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ എളിമയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാനായിട്ട് സാധിക്കും. 3-ാമത്തെ കാര്യം ഇതാണ്: തക്ക സമയത്ത് ദൈവം ഉയർത്തും. കർത്താവിനെ ആശ്രയിച്ച് പ്രാർത്ഥിച്ച അനേകരുടെ ജീവിതത്തിൽ തക്ക സമയത്ത് ദൈവം ഇടപെട്ട് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തി അവരുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിയ, മാറ്റിമറിച്ച നിരവധി സംഭവങ്ങൾ ബൈബിളിൽ തന്നെ വിവരിച്ചിട്ടുണ്ട്. നമ്മുടെ കാലഘട്ടത്തിൽ അത്തരം അനുഭവങ്ങൾ പറയാനുള്ള ധാരാളം പേര് നമുക്ക് ചുറ്റുമുണ്ട്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പലർക്കും അത്തരം അനുഭവങ്ങൾ പറയാനായിട്ട് സാധിക്കും. ബൈബിളിലെ ചില ഉദാഹരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. തക്ക സമയത്ത് ദൈവം ശക്തി വെളിപ്പെടുത്തി ഓരോരുത്തരുടെ ജീവിതങ്ങളെ മാറ്റിമറിച്ച കഥ. അബ്രാഹവും സാറയും മക്കളില്ലാതെ ജീവിച്ച വ്യക്തികളാണ്. ദൈവം മക്കളെ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തെങ്കിലും അത് നിറവേറിയില്ല.
ദൈവം ഈ വാഗ്ദാനം ആവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്കും അവർക്ക് പ്രായമായി, മക്കളുണ്ടാകാനുള്ള ശാരീരിക ക്ഷമത നഷ്ടപ്പെട്ടു. അപ്പോൾ മക്കളുണ്ടാകുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ, ആവർത്തിച്ചപ്പോൾ അബ്രാഹാം കവിഴ്ന്ന് വീണ് ചിരിച്ചു, സാറ ഉള്ളിൽ ചിരിച്ചു. ദൈവം അത് രണ്ടും കണ്ടു. വർഷങ്ങൾക്ക് ശേഷം അബ്രാഹത്തിനും സാറയ്ക്കും ഇസഹാക്ക് എന്ന മകനെ ദൈവം കൊടുത്തു. ശാരീരികമായി മക്കളുണ്ടാകാനുള്ള സാധ്യത രണ്ടുപേർക്കും നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിനെ നൽകിക്കൊണ്ട് ദൈവം തൻ്റെ ശക്തി അവിടെ വെളിപ്പെടുത്തി. എൽക്കാന, അന്ന എന്നീ ദമ്പതികൾ മക്കളില്ലാതെ ജീവിച്ചവരാണ്. അവർക്ക് തക്ക സമയത്ത് ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു പുത്രനെ നൽകി. ആ പുത്രനാണ് പിന്നീട് സാമുവേൽ പ്രവാചകനായിട്ട് വളർന്നു വന്നത്. മനോവ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അവർ രണ്ടുപേരും മക്കളില്ലാതെ ജീവിച്ച ആളാണ്. പ്രാർത്ഥിച്ച് കർത്താവിനെ ആശ്രയിച്ച് കാത്തിരുന്നയാളാണ്. സമയമായപ്പോൾ ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്തി അവർക്ക് ഒരു കുഞ്ഞിനെ നൽകി. ആ കുഞ്ഞാണ് ബൈബിളിലെ പ്രശസ്തനായ സാംസൺ. സക്കറിയ, എലീശ ദമ്പതികൾ മക്കളില്ലാതെ ജീവിച്ചവരാണ്. വാർദ്ധക്യമായി, മക്കളുണ്ടാകാനുള്ള സാധ്യത ശാരീരികമായി നഷ്ടപ്പെട്ടു. അതിനുശേഷം ദൈവം അവർക്കൊരു കുഞ്ഞിനെ നൽകി. ആ കുഞ്ഞാണ് സ്നാപക യോഹന്നാൻ. ദാവീദ് അപ്പൻ്റെ ഏറ്റവും ഇളയ മകൻ, അപ്പൻ പോലും വലിയ വില കൊടുക്കാതിരുന്നവൻ. എന്നാൽ അദ്ദേഹത്തെ ദൈവം അഭിഷേകം ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ശക്തി അദ്ദേഹത്തിൽ നിറഞ്ഞു. എത്രയോ മഹാനായ ശക്തനായ രാജാവായിട്ട് ദാവീദ് മാറിയെന്ന് നമുക്കറിയാം. സോളമൻ, ദാവീദിൻ്റെ മകൻ, സാധാരണ മനുഷ്യൻ. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ചോദിച്ചു, നിനക്കെന്താണ് വേണ്ടത്? സോളമൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് ജ്ഞാനം കിട്ടിയാൽ മതി. ദൈവം ജ്ഞാനവും മറ്റെല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തപ്പോൾ സോളമൻ എത്രയോ വലിയവനായി. ദൈവത്തിൻ്റെ ശക്തി കടന്നു വന്നപ്പോൾ ഉണ്ടായ മാറ്റം. സാവൂള് നഷ്ടപ്പെട്ടു പോയ അപ്പൻ്റെ കഴുതകളെ അന്വേഷിച്ച് പോയ ഒരു സാധാരണ മനുഷ്യനാണ്. അവിടെ വെച്ചാണ് സാമുവേൽ പ്രവാചകൻ കർത്താവിൻ്റെ വാഗ്ദാനപ്രകാരം അദ്ദേഹത്തെ അഭിഷേകം ചെയ്തത്. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ നിറഞ്ഞു. അദ്ദേഹം വലിയൊരു പ്രവാചകനായിട്ട് മാറി. പിന്നീട് അദ്ദേഹം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. എങ്കിലും ദാനിയേൽ പ്രവാചകൻ, ദാരിയസ് രാജാവ് സിംഹക്കുഴിയിൽ വലിച്ചെറിഞ്ഞു. സിംഹത്തെ പട്ടിണി കെട്ടിട്ട് ആ കുഴിയിൽ വലിച്ചെറിഞ്ഞു. പിറ്റേന്ന് രാവിലെ ദാരിയസ് രാജാവ് സിംഹക്കുഴിയിലെത്തി ദാനിയേലിൻ്റെ അസ്ഥികൾ കാണാൻ. അപ്പോൾ ഒരു പരിക്കും പറ്റാതെ ദാനിയേൽ സിംഹക്കുഴിയിലിരിക്കുന്നു. വിശന്നിട്ടും സിംഹങ്ങൾ പഞ്ചപുച്ഛ മടക്കി കിടക്കുന്നു. അത്ഭുതപ്പെട്ട രാജാവ് ദാനിയേലിനെ കരയ്ക്ക് കയറ്റി. തക്ക സമയത്ത് തൻ്റെ ശക്തി വെളിപ്പെടുത്തിയ ദൈവം. ഷദ്രാഖ്, മെഷാഖ്, അബദ്നഗോ എന്നീ 3 ചെറുപ്പക്കാരുടെ കഥ ബൈബിളിൽ വായിക്കുന്നുണ്ട്. നബൂഖദ്നേസർ രാജാവ് വിഗ്രഹാരാധന നടത്താൻ ഈ ചെറുപ്പക്കാരെ നിർബന്ധിച്ചു. അവർ വഴങ്ങിയില്ല. അപ്പോൾ രാജാവ് അവരോട് പറഞ്ഞു, നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഞാൻ എറിയും. അപ്പോൾ അവർ പറഞ്ഞു, രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിൻ്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണബിംബത്തെയോ ആരാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ 3 ചെറുപ്പക്കാർക്ക് ഈ ശക്തി എവിടെ നിന്ന് കിട്ടി? ദൈവം തക്ക സമയത്ത് കൊടുത്ത ശക്തി. എന്നിട്ട് രാജാവ് ഇവരെ അഗ്നികുണ്ഡത്തിൽ എറിഞ്ഞു. 3 പേരെ എറിഞ്ഞു. അവർ വെന്തി മരിക്കുന്ന കാണാൻ രാജാവ് നോക്കിയിരുന്നു. രാജാവ് നോക്കുമ്പോൾ കാണുന്നത് അഗ്നികുണ്ഡത്തിൽ 4 പേരെയാണ്. രാജാവ് അമ്പരന്നു, ഞാൻ 3 പേരെയല്ലേ എറിഞ്ഞത്, എപ്പോൾ എങ്ങനെ 4 പേര്? അവർക്ക് പൊള്ളലേൽക്കുന്നില്ലല്ലോ, അവർ കരയുന്നില്ലല്ലോ, അവരാ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഡാൻസ് കളിക്കുകയാണല്ലോ. എന്താ കഥ? സംഭവിച്ചെന്താ? ദൈവം തൻ്റെ ദൂതനെ അഗ്നികുണ്ഡത്തിലേക്ക് അയച്ചു. ആ ദൂതൻ ആ അഗ്നികുണ്ഡത്തിൻ്റെ നടുക്ക് ഒരു ശീതള ഛായ ഉണ്ടാക്കി ആ 3 യുവാക്കന്മാരെ സംരക്ഷിച്ചു. അവരവിടെ നിന്ന് സന്തോഷിക്കുകയും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. തക്ക സമയത്ത് ദൈവം ശക്തി വെളിപ്പെടുത്തതിൻ്റെ മറ്റൊരു ഉദാഹരണം. പഴയ നിയമത്തിലെ ഒരു സൂസന്നയെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്.
ഒരു ഭാര്യയായിട്ട് ജീവിക്കുമ്പോഴാണ് രണ്ട് ശ്രേഷ്ഠന്മാർ അവളുമായിട്ട് വ്യഭിചാരം ചെയ്യാൻ ആഗ്രഹിച്ചത്. അവർ ചോദിച്ചെങ്കിലും സൂസന്നെ സമ്മതിച്ചില്ല. അതുകൊണ്ട് അവർ സൂസന്നയ്ക്കെതിരെ വ്യഭിചാര കുറ്റം ചുമത്തി. അങ്ങനെ സൂസന്നയെ കൊല്ലുവാനായിട്ട് തീരുമാനിച്ച് കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ദാനിയേൽ എന്ന ബാലനിലൂടെ ദൈവം സംസാരിച്ചത്. സൂസന്നയെ വിസ്തരിക്കാതെ അവളെ കൊല്ലാൻ പാടില്ല എന്ന് ആ ദാനിയേൽ പറഞ്ഞു. സൂസന്നയെ വിസ്തരിച്ചു. ദാനിയേൽ ഈ രണ്ട് ശ്രേഷ്ഠന്മാരെ വിസ്തരിച്ച് അവരുടെ കള്ളത്തരം പുറത്തു കൊണ്ടുവന്നു. സൂസന്നയെ ദൈവം രക്ഷപ്പെടുത്തി. ശ്രേഷ്ഠന്മാരെ അവിടെ വധിച്ചു. തക്ക സമയത്ത് ഇടപെട്ട് ശക്തി വെളിപ്പെടുത്തുന്ന ദൈവം കാരാഗ്രഹത്തിൽ അടച്ച പത്രോസിനെ മാലാഖ കാരാഗ്രഹത്തിൽ നിന്ന് തക്ക സമയത്ത് വിളിച്ച് എഴുന്നേൽപ്പിച്ച് രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. 38 വർഷം തളർന്നു കിടന്ന ബെസൈദ കുളക്കര കിടന്ന മനുഷ്യനെ സുഖപ്പെടുത്തിയത് കർത്താവിൻ്റെ ശക്തിയാണ്. അനേക കുഷ്ഠരോഗികൾ സുഖപ്പെട്ടത്, അനേക അന്ധർക്ക് കാഴ്ച കിട്ടിയത് കർത്താവിൻ്റെ ശക്തി വെളിപ്പെട്ടപ്പോഴാണ്. മരിച്ച വിധവയുടെ മകനെ ഉയർപ്പിച്ചത് കർത്താവിൻ്റെ ശക്തി കടന്നപ്പോഴാണ്. ജയരസിൻ്റെ മകൾ ഉയർത്തെഴുന്നേറ്റത് കർത്താവിൻ്റെ ശക്തി കടന്നു വന്നപ്പോഴാണ്. മഗ്ദലേന മാനസാന്തരപ്പെട്ടത് ദൈവത്തിൻ്റെ ശക്തി കടന്നു വന്നപ്പോഴാണ്. തളർവാദ രോഗി എഴുന്നേറ്റ് നടന്നത് ദൈവത്തിൻ്റെ ശക്തി കടന്നു വന്നപ്പോഴാണ്. രക്തസ്രാവക്കാരി സ്ത്രീ യേശു പോലും അറിയാതെ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ചത് യേശുവിൽ നിന്ന് വേർപെട്ട ശക്തി സ്വീകരിച്ചതുകൊണ്ടാണ്. അനേക പിശാച് ബാധിതർ സൗഖ്യപ്പെട്ടത് കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് കടന്നു വന്നപ്പോഴാണ്. നമ്മുടെ തന്നെ കാലഘട്ടത്തിൽ എണ്ണമറ്റ രോഗശാന്തികൾ നടക്കുന്നത്, മാനസാന്തരങ്ങൾ നടക്കുന്നത്, വിവാഹം നടക്കാതെ നിന്ന എത്രയോ പേർക്ക് വിവാഹം നടക്കുന്നത്, ജോലി കിട്ടാതിരുന്നവർക്ക് ജോലി കിട്ടുന്നത്, കുഞ്ഞുങ്ങളില്ലാതിരുന്നവർക്ക് കുഞ്ഞുങ്ങളെ കിട്ടുന്നത്, സാമ്പത്തിക പ്രശ്നങ്ങൾ നഷ്ടം തിരിഞ്ഞവർ കരകയറി രക്ഷപ്പെട്ടത് ദൈവത്തിൻ്റെ ശക്തി തക്ക സമയത്ത് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ്. നാലാമത്തെ കാര്യം ഇതാണ്, കർത്താവിന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട്. പുറപ്പാട് 3:7 നമ്മൾ വായിക്കുന്നുണ്ട്. ഈജിപ്തിലെ എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു, അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഇത് കണ്ട ദൈവമാണ്, അത് ശ്രദ്ധിച്ച ദൈവമാണ് അവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി മോശയെ അങ്ങോട്ടേക്ക് അയച്ചത്. സങ്കീർത്തനം 10:14 നമ്മൾ വായിക്കുന്നു, കഷ്ടപ്പാടും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്, അങ്ങ് അവ ഏറ്റെടുക്കും. കർത്താവ് വീണ്ടും പറഞ്ഞു, നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിൻ്റെ കണ്ണുനീർ കണകൾ എൻ്റെ കുപ്പിയിൽ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്, അതിൻ്റെ കണക്ക് എൻ്റെ കണക്ക് പുസ്തകത്തിൽ ഞാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ വചനങ്ങളൊക്കെയും പറയുന്നത് ദൈവത്തിന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട് എന്നാണ്. യേശു അപ്പം വർദ്ധിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പകൽ മുഴുവൻ സുവിശേഷം കേട്ടിരുന്ന ആളുകൾ വിജനപ്രദേശമാണ്, തിരിച്ചു പോകുന്നില്ല. അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുക, അവർ പട്ടിണിയാണ്. യേശു പറഞ്ഞു, വിശക്കുന്ന വയറോടുകൂടി അവരെ തിരിച്ചയക്കാൻ പറ്റത്തില്ല, അവർക്ക് ഭക്ഷണം കൊടുക്കണം. അങ്ങനെയാണ് 5 അപ്പവും മീനും വർദ്ധിപ്പിച്ച് യേശു അവർക്ക് ഭക്ഷണം കൊടുത്തത്. മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകളെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവം. യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം സ്ലീഹന്മാർ മീൻ പിടിക്കാൻ പോയി. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ അവരെ വിഷമിച്ച് തീരത്തേക്ക് വരുമ്പോഴാണ് കർത്താവ് അപ്പവും മീനും ഉണ്ടാക്കി കാത്തിരിക്കുന്നത്. കർത്താവിൻ്റെ ശ്രദ്ധയാണ് കാണിക്കുന്നത്. നമ്മൾ ഈ കൗൺസിലിങ്ങും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ശ്രദ്ധ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. നമ്മുടെ പഴയ മുറിവുകൾ, നിലവിലുള്ള പ്രശ്നങ്ങൾ, ഭാവിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടവ ഒക്കെ കർത്താവ് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ കൗൺസിലിങ്ങിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന അനുഭവങ്ങളുണ്ട്. ഞാൻ എൻ്റെ തന്നെ 2-3 അനുഭവങ്ങൾ സൂചിപ്പിക്കട്ടെ. ഒരിക്കൽ ഞാൻ കൗൺസിലിങ്ങിന് പോയപ്പോൾ ആ കൗൺസിലർ എന്നോട് ചോദിച്ചു, സ്റ്റെപ്പ് ഓടിക്കയറാറുണ്ടോ? ഞാൻ മിക്കവാറും സ്റ്റെപ്പ് കയറുമ്പോൾ സ്റ്റെപ്പ് ഓടിക്കയറുമായിരുന്നു, ഒരു വ്യായാമം എന്ന നിലയ്ക്ക്. കർത്താവ് അത് കണ്ടു. അവിടെ ചോദിച്ച സ്റ്റെപ്പ് ഓടിക്കയറാറുണ്ടോ? ഞാൻ പറഞ്ഞുകൊണ്ട്. ആ കൗൺസിലർ പറഞ്ഞു, മേലാൽ അങ്ങനെ ചെയ്തേക്കരുത്, അത് ദൈവത്തിൻ്റെ സന്ദേശമാണ്,
ദൈവം വെറുതെ പറഞ്ഞാൽ ദൈവം തന്ന മുന്നറിയിപ്പാണെന്ന് ബോധ്യപ്പെട്ട ഞാൻ സ്റ്റെപ്പോടെ കയറുന്നത് നിർത്തി. അതുപോലെ തന്നെ മറ്റൊരവസരത്തിൽ കൗൺസിലർ എന്നോട് ചോദിച്ചു, രാത്രിയിൽ ഇരുട്ടത്തെ വെളിച്ചമില്ലാതെ നടക്കുമോ? ഞാൻ പറഞ്ഞു, മിക്കവാറും അങ്ങനെയാണ് നടപ്പ്. അദ്ദേഹം എന്നോട് പറഞ്ഞ്, മേലാ ചെയ്യരുത്. അപ്പം ഞാൻ ഇരുട്ടത്ത് വെളിച്ചമില്ലാതെ നടക്കുന്നത് കർത്താവ് കണ്ടു. അങ്ങനെ നടക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ദൈവം കണ്ടു. അത് ശ്രദ്ധിച്ച ദൈവം ആ കൗൺസിലറിലൂടെ മുന്നറിയിപ്പ് തരികയാണ്, മേലാൽ അത് ചെയ്യരുത്. ഞാൻ ദേവഗിരി കോളേജിലെ പ്രിൻസിപ്പളായിട്ട് ചുമതലയെടുക്കുന്നതിന് മുമ്പ് ശാലോമിലെ ബെന്നി പുന്നത്ത സാറിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുവാൻ ചെന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബെന്നി സാറിലൂടെ കർത്താവ് എനിക്കൊരു സന്ദേശം തന്നു. ഒടിക്കരുത്, വളയ്ക്കാമേ ഉള്ളൂ. ഒടിക്കരുത്, വളയ്ക്കാമേ ഉള്ളൂ. അതിനർത്ഥം എനിക്ക് മനസ്സിലായില്ല, ബെന്നി സാറിന് മനസ്സിലായില്ല. വീണ്ടും സാറ് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? അപ്പം കർത്താവ് അതിൻ്റെ വ്യാഖ്യാനം തന്നു. ചുമതലയേറ്റ ഉടനെ വലിയ പരിഷ്കാരങ്ങൾക്കും വലിയ നിർബന്ധങ്ങൾക്കും ഒന്നും പോകരുത്. അസ്വസ്ഥതയുണ്ടാകും, ആളുകൾ എതിർക്കും, ബുദ്ധിമുട്ടാകും മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് പതുക്കെ പതുക്കെ സാവകാശം അവർ പോലും അറിയാതെ അവരെ സ്വാധീനിച്ച് അവരെ മാറ്റിയെടുക്കണം. അതാണ് ഒടിക്കരുത്, വളയ്ക്കാമേയുള്ളൂ. നമുക്കറിയാം, ഒരു വടി കയ്യിൽ പിടിച്ചിട്ട് പെട്ടെന്ന് എങ്ങനെ പിടിച്ചാൽ അത് ഒടിയും. എന്നാൽ അതേസമയം ആ വടി കൈ പിടിച്ച് സമയമെടുത്ത് സാവകാശം ഇങ്ങനെ പിടിച്ചാൽ അത് വളയും. അപ്പോൾ പെട്ടെന്നുള്ള എടുത്താട്ടിയുള്ള പരിഷ്കാരങ്ങൾക്ക് പോയാൽ പൊട്ടും, പരാജയപ്പെടും. സാവകാശം ശ്രദ്ധാപൂർവം വിവേകത്തോടെ ചെയ്താൽ വിജയിക്കും. കർത്താവിൻ്റെ ശ്രദ്ധ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ബോധ്യപ്പെട്ട മറ്റൊരവസരമാണ്. ഞങ്ങൾ പലപ്പോഴും ഈ ധ്യാന ടീമുകൾ ധ്യാനത്തിനിടയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പലപ്പോഴും സന്ദേശങ്ങൾ തന്നത് ഞാൻ ഓർക്കുകയാണ്. ചിലപ്പോൾ കർത്താവ് പറയും, ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ചിലരുടെ മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. മറ്റു ചിലപ്പോൾ പറയും, ഇലക്ട്രിസിറ്റി പ്രോബ്ലം ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. മറ്റു ചിലപ്പോൾ പറയും, നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. മറ്റു ചിലപ്പോൾ പറയും, ഭക്ഷണം കഴിച്ച ആർക്കും രോഗം വരാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. മറ്റു ചിലപ്പോൾ പറയും, വെള്ളം മൂലം രോഗമുണ്ടാകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നോക്കിക്കേ, ആ കർത്താവിൻ്റെ ശ്രദ്ധ പോണ വഴി നമ്മളെ അത്ഭുതപ്പെടുത്തുക. സംഭവിക്കാൻ സാധ്യത നമുക്കോ മറ്റുള്ളവർക്കോ സംഭവിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ കർത്താവ് ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച് കണ്ടെത്തി അതിനെ മാറ്റിക്കളയുക. അതിനുവേണ്ടി ത്യാഗം ചെയ്യുവാൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് ആവശ്യപ്പെടുക. ഒരുപക്ഷെ നമുക്ക് വേണേൽ ചോദിക്കാം, കർത്താവ് ഇത് ശ്രദ്ധിച്ച സ്ഥിതിക്ക് കർത്താവ് തന്നെ അങ്ങ് മാറ്റിക്കൊടുത്താൽ പോരെ, പിന്നെ എന്തിനാണ് ഇത് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്, എന്തിനാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഉത്തരവിധ, ദൈവം അറിയുന്നത് കൊണ്ട് തന്നെ ദൈവമെല്ലാം തീർക്കില്ല, ദൈവം പരിഹരിക്കില്ല. ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ ഒരു നിശ്ചിത അളവ് പ്രാർത്ഥനയും ത്യാഗവും ദൈവസന്നിധിയിൽ എത്തണം. എങ്കിൽ മാത്രമേ ദൈവം അത് തീർത്തു തരൂ. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ അറിയാതെ ഒരു മുടി പോലും കൊഴിയുന്നില്ല. കർത്താവ് പറഞ്ഞില്ലേ, നിൻ്റെ ഹൃദയ വിചാരങ്ങൾ പോലും എനിക്കറിയാം. എല്ലാം അറിയാമെങ്കിൽ പിന്നെ ഇങ്ങനെ തന്നാൽ പോരെ? തരില്ല. പല അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടിയത് നമ്മൾ ചോദിക്കാതെയാണ്. ആയുസ് കിട്ടിയത്, ആരോഗ്യം കിട്ടിയത്, ബുദ്ധി കിട്ടിയത്, കഴിവ് കിട്ടിയത്, അവസരങ്ങൾ കിട്ടിയത് ഒരുപക്ഷെ ചോദിച്ചിട്ടല്ല, പ്രാർത്ഥിച്ചിട്ടല്ല. പക്ഷെ പലത്, മറ്റു ചിലത് ചോദിച്ചാൽ മാത്രമേ കിട്ടൂ, പ്രാർത്ഥിച്ചാൽ മാത്രമേ കിട്ടൂ. അത് ചോദിച്ച് പ്രാർത്ഥിച്ച് വാങ്ങാനും അപകടത്തിൽ രക്ഷപ്പെടാനും വിജയം വഴിക്കുന്ന വഴിയെ പോകാനുമൊക്കെ ദൈവം നമ്മളെ ശ്രദ്ധാപൂർവം ചൂണ്ടിക്കാണിച്ചു തരികയാണ്. അതാണ് കർത്താവിന് നമ്മളോടുള്ള ശ്രദ്ധ. ദൈവത്തിന് നമ്മളോട് ശ്രദ്ധ ഉള്ളതുകൊണ്ടും നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നതുകൊണ്ടും ദൈവം തൻ്റെ ശക്തി പ്രകടിപ്പിച്ചതുകൊണ്ടും നമ്മുടെ മറ്റനേക മനുഷ്യരുടെ അനേക ജീവിത പ്രശ്നങ്ങൾ തീർന്നിട്ടുണ്ട്. അനേകരുടെ ജീവിത പ്രശ്നങ്ങൾ തീർന്നിട്ടുണ്ട്. പഠിക്കാൻ പറ്റാതിരുന്നവർക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. വിവാഹ തടസ്സങ്ങൾ മാറി അനേകരുടെ വിവാഹം നടന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളില്ലാതിരുന്നവർക്ക് മക്കളുണ്ടായിട്ടുണ്ട്. വിദേശ ജോലിക്ക് ശ്രമിച്ചവർക്ക് അതിൻ്റെ തടസ്സം മാറി ജോലി കെട്ടി പുറത്തു പോയിട്ടുണ്ട്. മാനസാന്തരമില്ലാതിരുന്നവർക്ക് മാനസാന്തരം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ വിശ്വാസത്തോടെ, എളിമയോടെ, പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ തക്ക സമയത്ത് ദൈവം ഇടപെടുന്നു. എന്നാൽ കർത്താവിന് ശക്തി ഉണ്ടായിട്ടും, കർത്താവിന് ശ്രദ്ധയുണ്ടായിട്ടും, കർത്താവ് സഹായിക്കാൻ മനസ്സായിട്ടും ചിലരുടെ പ്രശ്നങ്ങൾ തീരാതെ കിടക്കുന്നു. എന്തുകൊണ്ടാണ്? ഒന്നെങ്കിൽ അവർ കർത്താവിൻ്റെ മുമ്പിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നില്ല, അല്ലെങ്കിൽ കർത്താവ് ഇടപെടുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല,
അല്ലെങ്കിൽ കുറച്ച് നാൾ പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രാർത്ഥന നിർത്തിപ്പോയി. കർത്താവിൻ്റെ തക്ക സമയമാകുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നത്, കർത്താവിനെ ആശ്രയിച്ച് നിൽക്കുന്നത് കർത്താവിനെ കാണാൻ കഴിയുന്നില്ല. അവരെ കുറച്ചുകൂടി കർത്താവിനെ ആശ്രയിച്ച് വിശ്വസിച്ച് എളിമപ്പെട്ട് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അവർക്ക് കുറേ കൂടെ കൃപ കിട്ടുമായിരുന്നു, അവരുടെ കുറേ കൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമായിരുന്നു എന്നതൊരു സത്യമാണ്. എല്ലാ പ്രതീക്ഷകളും തകരുമ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാൻ ഒരു കാരണമുണ്ട്. ആരും സഹായിക്കാനില്ലാത്തപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാൻ ഒരു കാരണമുണ്ട്. പ്രത്യാശിക്കാൻ ഒന്നുമില്ലാത്തപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാൻ ഒരു കാരണമുണ്ട്. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് തോന്നുമ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം സർവശക്തനായ ഒരു ദൈവം, തക്ക സമയത്ത് ഇടപെടുന്ന ഒരു ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഒന്നുകിൽ ആ ദൈവം നമ്മുടെ പ്രശ്നം തീർക്കും, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഫലമായി ദൈവത്തെ ആശ്രയിക്കുന്നത് കൊണ്ട് ആ പ്രശ്നത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള അഭിഷേകവും ശക്തിയും ദൈവം നമുക്ക് തരും. പ്രശസ്തനായ ഒരു അമേരിക്കൻ എഴുത്തുകാരൻ ഓറൽ റോബർട്ട്സൺ പറഞ്ഞ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ച ഒരു വാചകം പറയട്ടെ. നിൻ്റെ ആവശ്യ നേരത്ത് നിന്നെ സഹായിക്കുവാനായി ദൈവം തക്ക സമയത്ത് തന്നെ വരും. അവിടുന്ന് വരുന്നത് വളരെ നേരത്തെ ആയിരിക്കുകയില്ല, വരാൻ അവിടുന്ന് ഒട്ടും താമസിക്കുകയുമില്ല. അപ്പം ദൈവത്തിൻ്റെ തക്ക സമയത്ത് ദൈവത്തെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ദൈവം ഇടപെടും. ദൈവം ഇടപെട്ടാൽ പല പ്രശ്നങ്ങളും തീരും, പലതിനും പരിഹാരമുണ്ടാകും. അല്ലെങ്കിൽ സഹിക്കാനുള്ള ശക്തിയെങ്കിലും നമുക്ക് കിട്ടും. ഈ ദൈവത്തിൻ്റെ ശ്രദ്ധയുടെ, ദൈവത്തിൻ്റെ കരുതലിൻ്റെ എനിക്കടുത്ത കാലത്തുണ്ടായ ഒരു അനുഭവം കൂടി ഞാൻ പറയട്ടെ. എൻ്റെ പാൻക്രിയാസിൽ എനിക്കൊരു ചെറിയ വളർച്ചയുണ്ട്. അത് ഞാൻ തിരിച്ചറിഞ്ഞത് എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ തൂക്കം കുറയാൻ തുടങ്ങി, എനിക്ക് ഭയങ്കരമായി ക്ഷീണം വരാൻ തുടങ്ങി, ഞാൻ 24 മണിക്കൂർ എന്ന പോലെ കിടക്കാൻ തുടങ്ങി, ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഒരു ആശുപത്രി ചെക്കപ്പിന് പോയപ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. ഈ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആശുപത്രി കിടക്കുക. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു ആഫ്രിക്കൻ രാജ്യത്താണ്, ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആശുപത്രി കിടക്കുമ്പോൾ അദ്ദേഹം വിളിച്ചു. ഞാൻ അവിടെയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല, പക്ഷേ എൻ്റെ സ്വരവും ശബ്ദവുമൊക്കെ കേട്ടപ്പോൾ ക്ഷീണം തോന്നി. അദ്ദേഹം എന്നോട് ചോദിച്ചു, അച്ഛൻ എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ആശുപത്രിയില്ല. കാരണാവസാനം ഞാൻ പറയേണ്ടി വന്നു. അദ്ദേഹം പ്രാർത്ഥിക്കാമെന്നെല്ലാം പറഞ്ഞു വെച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും എന്നെ വിളിച്ചു. അച്ഛൻ, ഞാൻ പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന ഒരു ചേച്ചി കേരളത്തിലുണ്ട്. ഞാൻ അവരെ വിളിച്ച് അച്ഛൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അച്ഛനോട് അവരെ ഒന്ന് വിളിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു, അച്ഛനൊന്ന് വിളിക്കണം കേട്ടോ, ഇതാ നമ്പർ. അദ്ദേഹം എനിക്ക് നമ്പർ അയച്ചു തന്നു. ഞാൻ ആ സഹോദരിയെ വിളിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവരെന്നോടൊരു കാര്യം പറഞ്ഞു. അച്ഛാ, 10 കിലോ തൂക്കം കുറഞ്ഞ ഒരച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കർത്താവിൻ്റെ ഒരു സന്ദേശം എനിക്കുണ്ടായിരുന്നു. ആ അച്ഛൻ ആരാന്ന് എനിക്കറിയത്തില്ലായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ അച്ഛനാന്ന് ഇപ്പോഴാണ് മനസ്സിലായേ. പ്രിയപ്പെട്ടവരെ, എൻ്റെ തൂക്കവും കുറഞ്ഞത് 10 കിലോ ആയിരുന്നു. കർത്താവിൻ്റെ ശ്രദ്ധ, കരുതൽ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ ചേച്ചി എന്നോട് പറഞ്ഞ്, ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞ് അവർ വീണ്ടും എന്നെ വിളിച്ചു. അച്ഛാ, ഞങ്ങൾ വരുന്ന അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇപ്പം കർത്താവ് ഒരു സന്ദേശം തന്നു. കോഴിക്കോട് വന്ന് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. നാളെ രാവിലെ ഞാൻ അങ്ങോട്ട് വരികയാണ്. പിറ്റേന്ന് രാവിലെ അവർ കോട്ടയം ജില്ലയിൽ നിന്ന് ടാക്സി വിളിച്ച് കോഴിക്കോട്ട് എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അവരെന്നോട് പറഞ്ഞു, അച്ഛാ, കർത്താവ് അച്ഛന് സുഖം തരും, അച്ഛൻ ചികിത്സിക്കണ്ട, മരുന്ന് കഴിക്കണ്ട. ഡോക്ടർ എന്നോട് പറഞ്ഞു, 3 മാസത്തേക്ക് ഒന്നും ചെയ്യണ്ട, നമുക്ക് നോക്കാം. പ്രിയപ്പെട്ടവരെ, 3 മാസം കഴിഞ്ഞ് ഞാൻ ചെക്കപ്പ് ചെയ്തപ്പോൾ എൻ്റെ ആ സിസ്റ്റിൻ്റെ വലിപ്പം കുറഞ്ഞിരിക്കുന്നു. എൻ്റെ തൂക്കം 10 കിലോയ്ക്ക് പകരം 14 കിലോ കൂടിയിരിക്കുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ദൈവം ഇടപെടുന്ന വഴികൾ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്ന മാർഗത്തിലൂടെയല്ല, നമ്മൾ വിചാരിച്ച വ്യക്തിയിലൂടെയല്ല, നമ്മൾ വിചാരിച്ച സമയത്തല്ല ദൈവം ഇടപെടുന്നത്. ഇത്തരം അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും തന്നെ ഒരുപക്ഷെ പറയാൻ കാണും. നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നമ്മളെ തന്നെ എളിമയോടുകൂടി നിർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇതാണ് ഞാൻ, ഇതാണ് എൻ്റെ അവസ്ഥ, ഇതാണ് ഞാൻ കടന്നു പോകുന്ന വഴികൾ. ഞാൻ പരിഹരിക്കാൻ നോക്കിയിട്ട് തീരാത്ത പ്രശ്നങ്ങൾ എനിക്കുണ്ട്. ഞാൻ നോക്കിയിട്ട്
പരിഹാരമില്ലാത്ത പ്രതിസന്ധികൾ എൻ്റെ മുമ്പിലുണ്ട്. എന്നാൽ നീ സർവശക്തനാണ്. കർത്താവെ, നീ മനസ്സ് വെച്ചാൽ, നീ കരമുയർത്തിയാൽ, നീ അനുഗ്രഹിച്ചാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും, എൻ്റെ എല്ലാ പ്രതിസന്ധികളും തീരുമെന്ന് ഞാൻ ഏറ്റുപറയുന്നു. അവിടെ നിൻ്റെ ആശീർവാദത്തിനും നിൻ്റെ അനുഗ്രഹത്തിനുമായി എന്നതിനെയും എൻ്റെ ജീവിത സാഹചര്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ മനസ്സാകുന്നവയെ മാറ്റിത്തരണമേ. അല്ലാത്തവയെ അതിജീവിക്കാനുള്ള ആത്മീയമായ കരുത്തുകൊണ്ട് നീ എന്നെ ബലപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.